അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കിതാബുൽ ജനായിസിൽ ഏതാനും ഹദീസുകൾ, ഏതാനും അല്ല കുറേ ഹദീസുകൾ എടുത്തില്ല, ഇനി ഒരു ക്ലാസ്സിലുള്ള ഹദീസുകളാണ് ബാക്കി. ഇവിടെ ഖബറൊരുക്കുന്നതും അതേപോലെ തന്നെ ഖബറടക്കി ശേഷ കർമ്മങ്ങൾ, അതാണ് ഈ ഹദീസുകൾ അറിയിക്കുന്നത്. ആദ്യത്തെ ഹദീസ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. വഅൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ അൽഹിദു ലി ലഹദ വൻസിബു അലയ്യ ലബിന നസ്ബ കമാ സുനിഅ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മുസ്ലിം. റവാഹു മുസ്ലിം. റവാഹു ഇബ്നു ഹിബ്ബാൻ അൻ ജാബിർ അല്ലേ? വലിൽ ബൈഹഖി അൻ ജാബിരിൻ റളിയല്ലാഹു തആല അൻഹു വസാദ നഹ്വഹു വസാദ വറുഫിയ ഖബ്റുഹു അലൽ അർളി ഖദ്റ ശിബ്രിൻ. സഹഹു ഇബ്നു ഹിബ്ബാൻ വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. തയ്യബ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണിത്, അദ്ദേഹത്തിൻ്റെ വാക്കാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽഹിദു ലി ലഹദ, എന്താ, നിങ്ങൾ എനിക്ക് ലഹദ് തയ്യാറാക്കുക എന്നാണ്. ലഹദ് എന്ന് പറഞ്ഞാൽ പിന്നെ മൈൽ എന്നാണ് അർത്ഥം. മൈൽ, ചെരിഞ്ഞു, ചാഞ്ഞു. അതായത് ആയത്തിൽ കുഴി വെട്ടിയിട്ട് സൈഡിലേക്ക് പിന്നെ തുരന്ന് ഖബറൊരുക്കണീനാണ് ലഹദ് എന്ന് പറയാം. അതാണ് അവിടെ ഉദ്ദേശം. അൽഹിദു ലി ലഹദ, എനിക്ക് നിങ്ങൾ ലഹദ് തയ്യാറാക്കുക. വൻസിബു അലയ്യ ലബിന, വൻസിബു അലയ്യ, എൻ്റെ മേൽ നിങ്ങൾ നാട്ടുക. അതായത് പിന്നെ മയ്യത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇഷ്ടിക ഉണ്ടല്ലോ, ലബിൻ എന്ന് പറഞ്ഞാൽ ലബിനത്തുൻ എന്നതിൻ്റെ ബഹുവചനാണ് ലബിൻ. അതിനെന്താ പറയുക? ചുടുകട്ട. അതായത് പിന്നെ നമ്മൾ കട്ട ഉണ്ടല്ലോ, പെരക്കെ ഉണ്ടാക്കാൻ കട്ട, മണ്ണ് കുഴച്ച് ചൂടത്ത് വെച്ചിട്ടുള്ള കട്ട. അത് ആവിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫഖാർ എന്ന് പറയും, ചുട്ടത്. ഇത് വെയിലത്ത് ഉണക്കണീനാണ് ലബിന പറയുക. നമ്മൾ പെര ഉണ്ടാക്കാനൊക്കെ കട്ട ഉണ്ടാക്കുമല്ലോ, അത് വെയിലത്ത് ഉണക്കണാണ്. തീയിൽ ചൂടാക്കുമ്പോൾ അത് ഫഖാറായി. ഇത് ലബിനത്തുൻ ലബിൻ, ഇഷ്ടികകൾ മയ്യത്ത് വെച്ചതിന് ശേഷം അതാണ് എൻ്റെ മേലിൽ നിങ്ങൾ നാട്ടി വെക്കുക. ലഹദിൻ്റെ അത് കേപ്പടക്കാൻ പറയാണ്. കമാ സുനിഅ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. ലഹദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുക്കപ്പെട്ടത്. പിന്നെ ലബിനെ വെച്ചിട്ട് പിന്നെ ഖബറടക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അൽഹിദു ലി ലഹദ വൻസിബു അലയ്യ ലബിന നസ്ബ. വൻസിബു അലയ്യ ലബിന നസ്ബ എന്ന് പറഞ്ഞാൽ എന്താ? അത് കൃത്യമായിട്ട് അടുക്കി വെക്കാനും പിന്നെ മണ്ണ് ചാടാതിരിക്കാൻ കൃത്യമായിട്ട് വെക്കാനൊക്കെയാണ് പറയുന്നത്. കമാ സുനിഅ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് റവാഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്താണ്. വലിൽ ബൈഹഖി അൻ ജാബിരിൻ നഹ്വഹു. ഇതുപോലെ ഹദീസ് ഇമാം ബൈഹഖി ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ജാബിറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജാബിറിൻ്റെ റിപ്പോർട്ടിൽ വസാദ് കുറച്ച് ഏറെ ഭാഗമുണ്ട്, അദ്ദേഹം ഏറെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേതാണ്? വറുഫിയ ഖബ്റുഹു അലൽ അർദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഭൂമിക്കുപരിയിൽ ഉയർത്തപ്പെട്ടു. ഖദ്റ ശിബിർ, ഒരു ചാണോളം. ഖദ്റ ശിബിർ, ഒരു ചാണോളം. അത് സഹഹു ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതിനെ? ബൈഹഖിയുടെ ഈ റിപ്പോർട്ടിന്. വൈല എങ്കിൽ അസ്ലി ഹദീസ് റവാഹു മുസ്ലിമാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഏറെ വന്ന ഭാഗം അത് ബൈഹഖിയുടേതാണ്. അതിനെ ഇബ്നു ഹിബ്ബാൻ, ഇബ്നു സക്കൻ ഇവരൊക്കെ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്.
പക്ഷേ സുലൈമാൻ നമരി എന്ന് പറയുന്ന ഒരു റാവിയെക്കുറിച്ച് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും ഹദീസിനെ പ്രാമാണികർ ഈ ഭാഗത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ ഹദീസ്, എന്തിനാ ഇബ്നു ഹജർ ഈ ഹദീസ് കൊണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുക്കപ്പെട്ട ഖബർ എന്താണ്? ലഹദാണ്. ലഹദാണ് ഉത്തമം. പക്ഷേ ഷക്കുമാകാം. ഷക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കുഴി വെട്ടിയിട്ട് നടുക്ക ഉള്ള കുഴി, അതും അനുവദനീയമാണ്. പിന്നെ സ്ഥലത്തിനനുസരിച്ച് മനസ്സിലായി. ചിലയിടത്ത് ലഹദ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു കാട്ടില്ല. അതേസമയം ചില മണ്ണ് അങ്ങനെയല്ല, അവിടെ ലഹദ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഇടിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനത്തോടത്ത് ഷക്കാണ് നല്ലത്. ഷക്കാണ് നല്ലത്. ഷക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴി വെട്ടിയിട്ട് നടുക്ക കുഴി വെട്ടിയിട്ടുള്ളതായ ഖബർ. പിന്നെ ഭൂമിക്കുപരിയിൽ ഒരു ഷിബർ ആണ് ഖബർ ഉയർത്തേണ്ടത് എന്നുള്ളതും ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഹദീസും അതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ഹദീസ് വഅൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു എന്നല്ല, വലി മുസ്ലിമിൻ അൻഹു റളിയല്ലാഹു തആല അതിനെ വലി മുസ്ലിമിൻ, മുസ്ലിമിന് ഉണ്ട് അൻഹു എന്ന് പറഞ്ഞാൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എന്താണ്? നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്വസൽ ഖബ്റു വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്ന അലൈഹി. ഇത് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു അൻ യുജസ്വസൽ ഖബ്റു, ഖബർ ജിസ് ഇടുന്നത്. ജിസ് പറഞ്ഞ കുമ്മായാണ്. കുമ്മായം, ജിസ് പറഞ്ഞ കുമ്മായം. ഖബറിനെ കുമ്മായം ഇടപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. വ അൻ യുഖഅദ അലൈഹി, ഖബറിന്മേൽ ഇരിക്കപ്പെടുന്നതും, ഖബറിന്മേൽ ഇരിക്കപ്പെടുന്നത് വിരോധിച്ചു. വ അൻ യുബ്ന അലൈഹി, ഖബറിന്മേൽ ബിനാ എടുപ്പ് ഉണ്ടാക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. ജാബിറിൽ നിന്ന് മുസ്ലിമിൻ്റെ നിവേദനമാണ്. അപ്പോൾ ഖബർ ഒരുക്കുമ്പോൾ ഖബറിന്മേൽ കുമ്മായ ഇടരുത്, ഖബറിന്മേൽ ഇരിക്കരുത്, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുകയും ചെയ്യരുത്. ഖബറിന്മേൽ എടുപ്പ ഉണ്ടാക്കാൻ പാടില്ല. ഖബർ കണ്ടോ ഏകദേശം മരിച്ചാണ് ഉയരം എന്നുള്ളതല്ലേ പറയപ്പെട്ടത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഖബറിൽ നിന്ന് എടുത്ത മണ്ണ് എത്രയാണോ ആ മണ്ണല്ലാതെ വേറെ മണ്ണ് ചേർക്കാൻ പാടില്ല എന്നാണ്. ഖബർ കുഴിക്കാൻ എടുത്ത മണ്ണുണ്ടല്ലോ, ആ മണ്ണ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഖബർ മൂടാനും എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിൽ എന്തായി? ഖബർ നിരത്താനുമായി, പിന്നെ ഖബർ കൂനയാക്കി ഇടാനും മണ്ണായി. അതിൽ വേറെ മണ്ണ് എടുക്കാൻ പാടില്ല എന്ന രീതിയിൽ വരെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഉമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഖബർ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഖബർ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഖബർ ഉയർത്താൻ പാടുള്ളൂ എന്നർത്ഥം. ഖബറിന്മേൽ ചവിട്ടുന്നത് റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഖബർ കുമ്മായ ഇടുന്നത്, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നത്, ചില റിപ്പോർട്ടുകളിൽ വൈ യുസാദ് അലൈഹി ഉള്ള ഖബർ വലിപ്പം കൂട്ടുന്നത് വിരോധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, വലിയൊരു നീളമുള്ള ഖബർ, എന്നിട്ടും ഇത് മെട്രോ ട്രെയിനല്ലാന്നോ എന്തോ ഒരു അടിക്കുറിപ്പും കണ്ട് വലിയൊരു ഖബർ. വെറുതെ മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരാളെ ഖബർ നീണ്ട് എന്താ അതിലെന്താ ഉള്ളത്? വെറുതെ ആളുകൾ ഓരോ ചൂഷണ മനസ്ഥിതി. അത് അയിമേ ഫിത്തനകൾ. അപ്പം അത് രണ്ടാമത്തെ ഹദീസ്. ഇനി മൂന്നാമത്തെ ഹദീസ് عامر بن ربيعة وعن عامر بن ربيعة رضي الله تعالى عنه وعن عامر بن ربيعة رضي الله تعالى عنه قال أن النبي صلى الله عليه وسلم صلى على عثمان بن مضعون
وأتى القبر فحثى عليه 3 حثيات وهو قائم فحثى عليه 3 حثيات وهو قائم റവാഹു ദാറഖുത്നി അല്ലേ, ദാറഖുത്നിയുടെ ഹദീസ്. ഇവിടെ വൻ ആമിർ ഇബ്നു റബിയത, ആമിർ ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു നിവേദനം. ആമിർ ഇബ്നു റബിയ അൽ അനസി, അദ്ദേഹം അനസയാണ്, അനസിയാണ്. അതിന് മുമ്പ് ഇവിടെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഈ പറയുന്നത്, സഅദ് ബിൻ അബി വഖാസ് അൽ ഹദൂലി ലഹദ എന്ന് പറഞ്ഞത്, എനിക്ക് ലഹദ് ഉണ്ടാക്കണം. എന്താ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ്. പിന്നെ അദ്ദേഹം ബനു സുഹ്റയാണ്, അബു ഇസ്ഹാഖ് അസ്സുഹരി എന്ന് പറഞ്ഞാൽ എന്താ? ബനു സുഹ്റ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാൻ്റെ കുടുംബക്കാരാണ്. ഉമ്മാൻ്റെ ആമിന ബിന്ത് വഹബ് സുഹരിയാണ്, സുഹരിയത്താണ്, ആ കുടുംബക്കാരാണ്. ഇസ്ലാമിൽ ആദ്യത്തെ അമ്പ ചെയ്ത സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ്. ഇർമി, റസൂലുള്ള അമ്പ കൈ കൊടുത്തിട്ട് എറിയാൻ പറയുക ചെയ്തു. പിന്നെ അദ്ദേഹം അഹ്ലു ഷൂറയിൽ, ഉമറുല്ലാഹ് നിശ്ചയിച്ച അഹ്ലു ഷൂറയിൽ മെമ്പറാണ്. ഹിജ്റയുടെ 55-ലാണ് അദ്ദേഹം അൽ അഖീഖിൽ, വാദിൽ അഖീഖിൽ മരണപ്പെട്ടത്. ഹിജ്റയുടെ 55-ൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അബു ഇസ്ഹാഖ് അസ്സുഹരി, റസൂലുള്ള അദ്ദേഹത്തെ അബു ഇസ്ഹാഖ് എന്ന് വിളിച്ചിരുന്നു. കുറേ പ്രത്യേകതകളുള്ള സഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ്, മാലിക് ബിൻ ഉഹൈബ്, വാപ്പാൻ്റെ പേര് അബി വഖാസ് എന്നുള്ള വിളിപ്പേരാണ്. മാലിക് ബിൻ ഉഹൈബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേര്. സഅദ് ബിൻ അബി വഖാസ്. ഇനി ഇവിടെ ആമിർ ബിൻ റബിയാണ്. ആമിർ ബിൻ റബിയ, അദ്ദേഹം ആമിർ ബിൻ റബിയ അൽ അനസിയാണ്. അനസി ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആമിർ ബിൻ റബിയ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ആമിർ ബിൻ റബിയ. പിന്നെ ആമിർ ബിൻ റബിയ അൽ അനസി, അനസ എന്ന ഗോത്രത്തിലേക്ക് ചേർക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തെയും അദവി എന്നാണ് പറയാറ്. ആമിർ ബിൻ റബിയ അൽ അദവി എന്ന് പറയും. അദവി പറഞ്ഞാൽ ഉമറിൻ്റെ കുടുംബമാണ്. ഉമർ ബിൻ ഖത്താബ് അൽ അദവിയാണ്, ബനു അദി ഗോത്രക്കാർ. ഈ ബനു അദി ഗോത്രക്കാരനാണ് ഉമർ. അതുകൊണ്ടാണ് ഉമറിനെ അദവി എന്ന് പറയുന്നത്. ആമിർ ബിൻ റബിയയും അദവി എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അനസ മക്കയിലുള്ള ഗോത്രമല്ല, പിന്നെയോ മക്കയിൽ വന്ന് പാർത്തപ്പോൾ പിന്നെ ബനു അദി ഗോത്രം തങ്ങളുടെ കക്ഷിക്കാരാക്കിയിട്ട് എന്ത് ചെയ്തു? ഈ ഇവരെ സ്വീകരിച്ചു, ആമിർ ബിൻ റബിയ കുടുംബത്തെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യണത്? അനസികളായിട്ടും അവരെ അദവി എന്ന് വിളിക്കുന്നത്. പിന്നെ ആമിർ ബിൻ റബിയ അദ്ദേഹത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. പിന്നെ നമ്മൾ ചരിത്രത്തിൽ വായിക്കണം, അത് അദ്ദേഹം പിന്നെ ഹിജറ വന്നു, മദീനയിലേക്ക് ഹിജറ വന്നു. പിന്നെ അദ്ദേഹം ബദറിൽ പങ്കെടുത്തു, അദ്ദേഹം ബദരിയാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ട ആ നാളുകളിലാണ് അദ്ദേഹം മരിക്കുന്നത്. മനസ്സിലായില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട രാത്രി തന്നെ ചില റിപ്പോർട്ടുകളുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ പറയാണ്, രാത്രി നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തു എന്നാണ്. ഫിത്നയിൽ ഇടം കാണാതെ അദ്ദേഹത്തെ മരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനാസയാണ് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് മകൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകന് പറയുന്നത്, ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. ഏതായാലും ഈ ആമിർ ബിൻ റബിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല അലാ ഉസ്മാൻ ബിൻ മദ്ഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ബിൻ മദ്ഊൻ്റെ ജനാസ നമസ്കരിച്ചു. ഉസ്മാൻ ബിൻ മദ്ഊൻ ആരാ? ഉസ്മാൻ ബിൻ മദ്ഊൻ. ഉസ്മാൻ ബിൻ മദ്ഊൻ പിന്നെ അദ്ദേഹം ഉസ്മാൻ ബിൻ മദ്ഊൻ അൽ ജമഹിയാണ്, ബനു ജമഹ് ഗോത്രക്കാരനാണ്. അൽ ജമഹി. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബുസായിബ് ആണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. ഹിജ്റയുടെ 2-ാം വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹം മരിക്കുന്നത്, ഹിജ്റയുടെ 2-ൽ. ഉമ്മുൽ അല അൽ അൻസാരിയയുടെ വീട്ടിലായിരുന്നു ഉസ്മാൻ ബിൻ മദ്ഊൻ താമസിച്ചിരുന്നത്. ഉസ്മാൻ ബിൻ മദ്ഊൻ, അബ്ദുള്ള ഇബ്നു മദ്ഊൻ, അതേപോലെ തന്നെ പിന്നെ
മസ്ഊദ് ബിൻ മദ്ഊൻ, ഇവരൊക്കെ സഹോദരങ്ങളാണ്. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഇസ്ലാമിലെ മെമ്പർമാരാണ് ഇവരൊക്കെ. ആദ്യ നാളുകളിൽ ഉസ്മാൻ ബിൻ മദ്ഊന്, സഹോദരൻ അബ്ദുല്ലാഹി ബിൻ മദ്ഊന്, പിന്നെ മറ്റൊരു സഹോദരൻ മസ്ഊദ് ബിൻ മദ്ഊൻ, ഇവരൊക്കെ ഒന്നിച്ചാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് ആദ്യ നാളുകളിൽ. ഉസ്മാൻ ബിൻ മദ്ഊൻ ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം ഹബ്ഷീനയിലേക്ക് ഹിജറ പോയി. എന്നിട്ട് ഹബ്ഷീനയിൽ നിന്ന് മടങ്ങി വന്ന് പിന്നെ മദീനയിലേക്ക് ഹിജറ വന്ന് 2 ഹിജറ ചെയ്ത സഹാബിയാണ്. ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ അദ്ദേഹം രോഗിയായി. പിന്നെ മുഹാജിരീങ്ങളെ എന്ത് ചെയ്തു? റസൂലുള്ള വീതിച്ചു കൊടുത്തല്ലോ അൻസാരികൾക്ക്. വീതിച്ചു കൊടുത്തപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊന് കിട്ടിയത് ഉമ്മുൽ അല അൽ അൻസാരിയുടെ വീടാണ്. ഉമ്മുൽ അല അൽ അൻസാരിയുടെ വീടാണ്. അങ്ങനെ ആ വീട്ടിലാണ് അദ്ദേഹം രോഗിയായിട്ട് കിടന്നത് ഉസ്മാൻ ബിൻ മദ്ഊൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ രോഗം കാണാൻ വേണ്ടി വന്നതും അപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചതും അങ്ങനെ ഉമ്മുൽ അല അദ്ദേഹത്തെ പ്രശംസിച്ച് പറഞ്ഞതും റസൂലുള്ള അത് തിരുത്തിയതൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ഹിജ്റയുടെ 2 അദ്ദേഹം മരണപ്പെട്ടപ്പോൾ റസൂലുള്ള വന്ന് അദ്ദേഹത്തെ ചുംബിച്ചു അദ്ദേഹത്തിൻ്റെ കവിളിൽ. അപ്പോൾ ഹദീസിൽ കാണാം പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. ചുംബിച്ചപ്പോൾ റസൂലുള്ളാഹിൻ്റെ കണ്ണീര് അദ്ദേഹത്തിൻ്റെ കവിളിലൂടെ, ഉസ്മാൻ ബിൻ മദ്ഊനിൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി എന്നുള്ളതാണ്. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കുറേ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണ് വരെ പറിച്ചിരുന്നു എന്നാണ്. കണ്ണിങ്ങനെ പുറത്തേക്ക് തുറിച്ചു പോയിരുന്നു ഇസ്ലാമിൻ്റെ പേരിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ട് എന്നാണ്. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചില്ലേ, അതുകൊണ്ടാണ് അദ്ദേഹം ഹബ്ഷീനയിലേക്ക് ഹിജറ പോയത്. ഏതായാലും ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു പ്രമുഖ സഹാബിയാണ്. വളരെ വിരക്ത ജീവിതം നയിച്ച മഹാനാണ്. പിന്നെ ഹിജറ 2 മരണപ്പെട്ടപ്പോൾ അതാണ് അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല അലാ ഉസ്മാൻ ബിൻ മദ്ഊൻ്റെ മേലിൽ റസൂലുള്ള ജനാസ നിസ്കരിച്ചു. വാത്തൽ ഖബ്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ബിൻ മദ്ഊനിന് ഒരുക്കപ്പെട്ട ഖബറിലേക്ക് വന്നു. മുഹാജിറീങ്ങളിൽ നിന്ന് മദീനയിൽ ആദ്യം മരണപ്പെട്ട സഹാബിയാണ് ആര്? ഉസ്മാൻ ബിൻ മദ്ഊൻ. ബഖീ ഖബർസ്ഥാനിൽ ആദ്യം മറമാടപ്പെട്ട മുഹാജിറാണ് ആര്? ഉസ്മാൻ ബിൻ മദ്ഊൻ. വാത്തൽ ഖബർ, ബഖീ ഖബർസ്ഥാനിൽ ഖബറിൻ്റെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഫഹസ അലൈഹി സലാസ ഹസയാത്ത്, റസൂലുള്ള ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്തു? 3 കോരൽ മണ്ണ് ഖബറിലേക്ക് വാരിയിട്ടതാണ്. ഫഹസ അലൈഹി, ഉസ്മാൻ ബിൻ മദ്ഊനെ ഖബറിൽ ഇറക്കി വെച്ചിട്ട് മണ്ണിട്ടപ്പോൾ റസൂലുള്ള 3 കോരൽ മണ്ണ് വാരിയിട്ടു, 3 വാരൽ. ഫഹസ അലൈഹി സലാസ ഹസയാത്ത് വഹുവ ഖായിമുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ട്, റസൂലുള്ള നിന്നുകൊണ്ട് 3 കോരൽ മണ്ണ് വാരിയിട്ടു. ഇതാണ് ഹദീസ്. അപ്പോൾ മറമാടിയിട്ടുണ്ട് എങ്കിൽ ജനാസ മറമാട ചെല്ലുന്നവർ 3 കോരൽ മണ്ണിങ്ങനെ വാരിയിടുന്നത് എന്താണ്? സുന്നത്താണെന്ന് അർത്ഥം. ഇത് ഹദീസ് റവാഹു ദാറഖുത്നി. ഈ ഹദീസിനെ കുറിച്ച് ചില പരാമർശമുണ്ട്. ഹദീസ് ദഈഫാണെന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു ജനാസ മറമാടപ്പോൾ ഖബറിൻ്റെ അരികിൽ ചെന്നിട്ട് 3 കോരൽ മണ്ണൽ വാരിയിട്ടത് വേറെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറ്റമറ്റ പരമ്പരയിൽ വന്നിട്ടുണ്ട്. അത് അൽബാനിയൊക്കെ സഹിഹാക്കിയ കുറ്റമറ്റതെന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് 3 കോരൽ മണ്ണിൽ വാരിയിടൽ എന്താണ്? സുന്നത്താണ്. പക്ഷേ ചിലരെന്ത് ചെയ്യും? മിൻഹാ ഖലഖ്നാക്കും, 1 കോരൽ വാരിയിട്ട് രണ്ടാമത്തതിൽ വഫിഹ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖറ, അങ്ങനെ ഓരോ കോരലിനും ഓരോ ചെല്ലും. ആ വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടില്ല. ഉമ്മു കുൽസൂം ബിന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ പുത്രി ഉമ്മു കുൽസൂമിനെ മറമാടിയപ്പോഴാണ് അങ്ങനെ മണ്ണ് വാരിയിട്ട് ഇപ്പോൾ റസൂൽ ഓതിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഹദീസ് സഹിയായി വന്നിട്ടില്ല. പക്ഷേ 3 കോരി മണ്ണ് വാരിയിട്ടുള്ള സുന്നത്താണ്. അതാണ് ആമിർ ഇബ്നു റബിയൻ്റെ ഹദീസ് അറിയിക്കുന്നത്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല അലാ ഉസ്മാൻ ബിൻ മദ്ഊൻ വഅതൽ ഖബ്ര ഫഹസ അലൈഹി 3 ഹസയാത്തിൻ വഹുവ ഖായിം, റവാഹു ദാറഖുത്നി. طيب, അടുത്ത ഹദീസ് البراء بن مالك الحديث وعن عثمان رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم إذا فرغ من دفن الميت وقف عليه وقال استغفروا لأخيكم واسألوا له التثبيت فإنه الآن يسأل. എന്താ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്ത് മറമാടുന്നതിൽ നിന്ന് വിരമിച്ചാൽ വഖഫ അലൈഹി, എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൻ്റെ അരികിൽ നിൽക്കും. അതാണ് വഖഫ അലൈഹി. വഖാൽ, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ആജ്ഞാപിക്കും, ഇസ്തഗ്ഫിറു ലി അഖീക്കും, നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് നിങ്ങൾ
ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനത്തേട്ടം നടത്തുക. വസ്അലു ലഹു തസ്ബീത്ത്, വസ്അലു ലഹു അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുക തസ്ബീത്ത്, തസ്ബീത്തിന് തസ്ബീത്ത്. വസലു ലഹുന, വസ്അലൂന്നില്ല, സലൂന നിങ്ങളിലെന്താ വസലു, വസ്അലു വസ്അലൂന്നുണ്ട്, സലൂന്നായാലും കുഴപ്പമില്ല. ഇസ്അൽ, വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക, അതാണ് സഅല യസ്അലു. അത് സൽ എന്നുമുണ്ട്, സൽ ബനി ഇസ്രായേൽ ഖുർആനിലില്ലേ, സൽ എന്നും പറയാം ഇസ്അൽ എന്നും പറയാം, രണ്ടും ഒരേ അർത്ഥത്തിലാണ്. സഅല എന്ന ക്രിയൻ്റെ കൽപ്പന ക്രിയയാണ്. വസ്അലു ലഹു, നിങ്ങൾ ആ സഹോദരന് വേണ്ടി ചോദിക്കുക അള്ളാഹിനോട് തസ്ബീത്ത്, തസ്ബീത്തിന്. ഫഇന്നഹുൽ ആന യുസ്അൽ, ഫഇന്നഹുൽ ആൻ, കാരണം ഇപ്പോൾ അയാൾ യുസ്അലു ചോദിക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടും. റവാഹു അബൂദാവൂദ് അല്ലേ, റവാഹു അബൂദാവൂദിൻ്റെ ഹദീസാണിത്. വസഹഹുൽ ഹാക്കിം, ഇമാം ഹാക്കിം അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഹദീസ് വളരെ വ്യക്തമാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാ ഈ ഹദീസിനെ കൊണ്ടുവന്നത് മയ്യത്തിനെ മറമാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആളുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനത്തേട്ടം നടത്തണം. അതേപോലെ തന്നെ അദ്ദേഹം വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന ഖബറിൽ, കാരണം അപ്പം തന്നെ റൂഹ് കൊടുക്കും, എന്നിട്ട് വിചാരണ ഉണ്ടാകും, മലക്കുകൾ വന്ന് വിചാരണ നടത്തും. അപ്പോൾ അദ്ദേഹത്തിന് തസ്ബീത്ത് ഉണ്ടാകാൻ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് തേടണം. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്, വിശ്വാസികൾ അള്ളാഹു ഖൗലു സാബിത്ത് കൊണ്ട് ഉറപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പിച്ചു നിർത്തും. ആ ഉറപ്പിക്കുന്ന സ്ഥലം ഒന്നേതാണ്, ഖബറാണ്. അതുകൊണ്ട് തന്നെ ആ മയ്യത്തിന് വേണ്ടിയിട്ട് തസ്ബീത്തിനെ ചോദിക്കണം. മലക്കുകളുടെ വിചാരണയിൽ അദ്ദേഹം ഉറച്ച് ജവാബ് നൽകാൻ അതിന് വേണ്ടിയിട്ട് തേടണം എന്നുള്ളതാണ്. ഖലാസ്. അത് തസ്ബീത്തിന് പ്രത്യേക ലഫ്ദില്ല, പ്രത്യേകം ലഫ്ദ് പഠിപ്പിക്കപ്പെട്ടില്ല. ഏത് ലഫ്ദ് കൊണ്ടായാലും തസ്ബീത്ത് നടത്താവുന്നതാണ്, ഏത് ലഫ്ദായാലും. ഇനി അറബി ലഫ്ദ് ഇല്ലെങ്കിൽ മലയാളത്തിൽ ലഫ്ദ് ഉപയോഗിച്ചാലും അതിൽ വിഷയമല്ല. തസ്ബീത്ത് ചോദിക്കുക എന്നുള്ളതാണ്, ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതാണ്. അതുമില്ല, ഒരാൾ ചൊല്ലിക്കൊടുക്കുക വേറുള്ളവർ ഏറ്റ് ചെല്ലുക എന്നുള്ളതുമില്ല. ഓരോരുത്തരും റസൂൽ അങ്ങനെ ചൊല്ലിക്കൊടുത്തിട്ടുമില്ല, മറ്റുള്ളവർ ഏറ്റ് ചൊല്ലിയിട്ടുമില്ല. ഓരോരുത്തരും നിർവഹിക്കുക എന്നുള്ളതാണ്. സഹാബികളുടെ പതിവ്, അവരൊരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയദൈർഘ്യം അവർ ഖബറിൻ്റെ അടുത്ത് കഴിച്ചു കൂട്ടിയിരുന്നു എന്നുള്ളതാണ്. മണ്ണ് തട്ടിയിട്ട് വേഗം പോരുക എന്നുള്ളതല്ല, കുറച്ച് നേരം അവിടെ നിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് ആ നൃത്തം വെറുതെ നിൽക്കുകയല്ല, പിന്നെയോ തസ്ബീത്തിന് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി നിൽക്കുക എന്നുള്ളത്. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അന്ന് ഒരളവാണ്. അന്നത്തെ കാലത്ത് വാച്ചും ഇതൊന്നുമില്ല. പിന്നെയോ ഇതാണ് ടൈം, മനസ്സിലായി. ഓരോന്നിനും 50 ആയത്ത് ഓതുന്ന സമയം, ഒട്ടകത്തെ അറുത്തിട്ട് അതിന് മാംസം വിതരണം ചെയ്യുന്ന സമയം, പുണ്യകർമ്മങ്ങൾ ഓരോന്ന് മുന്നിൽ കണ്ടിട്ട് ആ ദൈർഘ്യം, അതായിരുന്നു അവരുടെ ഇതുണ്ടായിരുന്നു. ഉച്ചത്തിൽ ചൊല്ലിയിട്ടുണ്ടെങ്കിലും ഒന്നാമത് ഖബർസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉച്ചത്തിൽ അതൊരു ഇതാണ് രീതിയിൽ അത് സൂക്ഷിക്കപ്പെടേണ്ട സ്ഥലം തന്നെയാണ്, മനസ്സിലായ. അതേസമയം ഓരോരുത്തരും ദുആയാണ്, ആ ദുആൻ്റെ മര്യാദയിൽ നിർവഹിക്കുകയാണ് വേണ്ടത്, ഇസ്തഗ്ഫിറൂ ലി അഖീക്കും വസ്അലൂ ലഹു തസ്ബീത്ത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കാനും മറക്കാനും ഉള്ള തേട്ടാണ്. തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മയ്യത്തിന് മൻ റബ്ബുക്ക് എന്ന് ചോദിച്ചാൽ റബ്ബി അല്ലാഹ്, വമാ ദീനുക്ക് എന്ന് വെച്ചാൽ ദീനി അൽ ഇസ്ലാം, വമാ അമലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖറഅതു കിതാബ് അല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു എന്ന് പറയണം, മനസ്സിലായില്ലേ. മാ ഹാദർ റജുൽ, ഈ മനുഷ്യൻ ആരെന്ന് റസൂലുള്ളാഹിനെ കാണിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ കഴിയണം. അപ്പോൾ അതിനുള്ള സ്ഥൈര്യം, അതിനു വേണ്ടിയിട്ടുള്ള തേട്ടാണ് തസ്ബീത്ത്. അടുത്ത ഹദീസ്. വഅൻ ضمرة ابن حبيب أحد التابعين إيش أحدي أوكي ما في مشكلة. وعن ضمرة ابن حبيب أحد التابعين. أحد എന്ന് പറഞ്ഞാലും അഹദി പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ഇറാബിൽ പ്രശ്നമല്ല. قال كانوا يستحبون إذا سوى على الميت قبره سوى إذا سوي
സവ്വാന്നില്ല ആരെങ്കിലും? കാനു യസ്തഹിബ്ബൂൻ ഇദാ സുവ്വിയ അലൽ മയ്യിത്തി ഖബ്റുഹു വൻസറഫ الناس عن أن يقال عند قبره يا فلان قل لا إله إلا الله 3 مرات يا فلان قل ربي الله وديني الإسلام ونبي محمد صلى الله عليه وسلم ونبي محمد صلى الله عليه وسلم. ضمറ ഇബ്നു ഹബീബ് അഹദ് താബിഈൻ, അതേമാരാണ് താബിഈങ്ങളിൽ ഒരാളാണ് ضمറ ഇബ്നു ഹബീബ്. ضمറ ഇബ്നു ഹബീബ് 130 അദ്ദേഹം മരണപ്പെടുന്നത്. ضمറ ഇബ്നു ഹബീബ്, ضمറ ഇബ്നു ഹബീബിൻ്റെ ഗോത്രം മറന്നുപോയി. അദ്ദേഹം താബിഈങ്ങളിൽ പെട്ട ആളാണ് ضمറ ഇബ്നു ഹബീബ്. അതാണ് അഹദ് താബിഈൻ എന്ന് പറഞ്ഞത്. 130 മരണപ്പെടുന്നത്. അപ്പോൾ വളരെ പിൽക്കാലക്കാരനാണ്. അദ്ദേഹം പറയാണ് കാനു അവർ ആയിരുന്നു യസ്തഹിബ്ബൂൻ, യസ്തഹിബ്ബൂൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലാർഹമായ കാര്യമായിട്ട് കണ്ടിരുന്നു. കാനു അവർ യസ്തഹിബ്ബൂൻ പ്രതിഫലാർഹമായ കാര്യമായിട്ട് കണ്ടിരുന്നു. ഇദാ സുവ്വിയ അലൽ മയ്യിത്തി ഖബ്റുഹു, മയ്യിത്തിൻ്റെ മേൽ ഖബർ നിരത്തപ്പെട്ടാൽ, ഖബർ നിരത്തപ്പെട്ടാൽ, മയ്യത്തിന്മേൽ ഖബർ നിരപ്പാക്കപ്പെട്ടാൽ അവർ പ്രതിഫലമുള്ള കാര്യമായിട്ട് കണ്ടിരുന്നു. വൻസറഫന്നാസ് അൻഹു, വൻസറഫന്നാസ് അൻഹു, ഖബറിനെ തൊട്ട് ജനങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്താൽ എന്ത് പ്രതിഫലമുള്ള കാര്യമായിട്ട് കണ്ടിരുന്നു? അയ്യുഖാൽ, ഇങ്ങനെ പറയപ്പെടൽ, ഇന്ദ ഖബരി, അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുക്കൽ, മയ്യത്തിൻ്റെ ഖബറിനരികിൽ പറയപ്പെടുന്നത് കാനു യസ്തഹിബ്ബൂൻ, പ്രതിഫലമുള്ള കാര്യമായിട്ട് അവർ കണ്ടിരുന്നു. ആരെ ഈ അവർ കണ്ടിരുന്നു? ضمറ ഇബ്നു ഹബീബ് പറയാണ് അവർ കണ്ടിരുന്നു പറഞ്ഞാൽ സഹാബികൾ കണ്ടിരുന്നു എന്നാണ്. സഹാബികളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? കാനു യസ്തഹിബ്ബൂന ഇദാ സുവ്വിയ അലൽ മയ്യിത്തി ഖബ്റുഹു വൻസറഫ الناس عنه, ഖബർ നിരപ്പാക്കപ്പെടുകയും ജനങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്താൽ ഖബറിനരികിൽ ഇപ്രകാരം പറയപ്പെടുന്നത് കാനു യസ്തഹിബ്ബൂൻ, സഹാബത്ത് പ്രതിഫലാർഹമായ കാര്യമായിട്ട് കണ്ടിരുന്നു എന്നാണ് താബിഈങ്ങളിൽ ഒരാളായ ضمറ ഇബ്നു ഹബീബ് പറയുന്നത്. എന്താ പറയപ്പെടുക ഖബറിനരികിൽ? യാ ഫുലാൻ, ഖബറിലുള്ള വ്യക്തിനെ വിളിച്ചിട്ട് പറയണേ, യാ ഫുലാൻ, എന്ന മനുഷ്യ, കുൽ, നിങ്ങൾ പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 മറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 തവണ പറയാൻ പറയും. യാ ഫുലാൻ കുൽ, മനുഷ്യ പറയൂ, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളയാണ്, വദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്, വനബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇങ്ങനെ പറയപ്പെടുന്നത്, മരിച്ച മയ്യത്തിനോട് പറയുന്നത് പ്രതിഫലാർഹമായിട്ട് സഹാബത്ത് കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇത് സഈദ് ബിൻ മൻസൂർ സുനനിൽ റിപ്പോർട്ട് ചെയ്തതാണ് അല്ലേ? റവാഹു സഈദ് ബിൻ മൻസൂർ, റവാഹു സഈദ് ബിൻ മൻസൂർ മൗഖൂഫൻ. പിന്നെ സഈദ് ബിൻ മൻസൂർ ഇത് മൗഖൂഫായിട്ട് നിവേദനം ചെയ്തു എന്നാണ്. മൗഖൂഫായിട്ട് സഈദ് ബിൻ മൻസൂർ പിന്നെ മുഹദ്ദിസാണ്. സഈദ് ബിൻ മൻസൂർ, അദ്ദേഹത്തിന് അസുനൻ എന്ന് പറയുന്ന കിതാബുണ്ട്. 227 സഈദ് ബിൻ മൻസൂർ മരിച്ച്. 227 മരണപ്പെട്ട ഹദീസ് പണ്ഡിതനാണ് ആര്? സഈദ് ബിൻ മൻസൂർ. അദ്ദേഹം ഇത് പിന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സുനനിൽ. ആരിൽ നിന്ന്? മൗഖൂഫായിട്ട് ضمറ ഇബ്നു ഹബീബിൽ നിന്ന്. ഹബീബിൻ്റെ വാക്കായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദീസ് ദഈഫാണ്, മറ ദഈഫ്. കാരണം സഈദ് ഇബ്നു അബ്ദുള്ള അസ്സുബൈദി എന്ന് പറയുന്ന റാവിയുണ്ട്, അയാൾ മജ്ഹൂലാണ്. സഈദ് ഇബ്നു അബ്ദുള്ള അസ്സുബൈദി എന്ന് പറയുന്ന റാവി ഈ ഹദീസിൻ്റെ റിപ്പോർട്ടിലുണ്ട്, സനദിലുണ്ട്. അദ്ദേഹം തീർത്തും ദുർബലനാണ്, മജ്ഹൂലുൽ ഹാലാണ്, ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇമാം നവവി, ഇബ്നു ഹജർ, ഇബ്നു സലാഹ്, അൽ ഹാഫിദുൽ ഇറാഖി, ഇവരൊക്കെ ഈ ഹദീസ് ദുർബലമാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. നവവിയും ഇബ്നു ഹജറും ഹാഫിദുൽ ഇറാഖിയും ഇബ്നു സലാഹും ഒക്കെ ഹദീസ് ദഈഫാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം റാവി ആരാണ്? ഒരു റാവി ഈ ഹദീസിൻ്റെ സനദിൽ സഈദ് ഇബ്നു അബ്ദുള്ള അസ്സുബൈദിയാണ്, അദ്ദേഹം മജ്ഹൂലാണ്. അതുകൊണ്ട് ഈ ഹദീസ് കൊണ്ട് അമലെടുക്കുക എന്നുള്ളത് പാടുള്ളതല്ല, ഹദീസ് തീർത്തും ദുർബലാണ്. ഇതാണ് തൽഖീൻ, അറിയില്ലേ? ഇത് ഖബറിൻ്റെ പുറത്തുനിന്ന് ഖബർക്ക് പറഞ്ഞു കൊടുക്കല്ലേ? യാ ഫുലാൻ എന്ന് പറഞ്ഞാൽ മർമാടപ്പെട്ട വ്യക്തിനെ വിളിക്കണേ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 തവണ പറഞ്ഞോ,
പിന്നെ റബ്ബി അല്ലാ, ദീനി അൽ ഇസ്ലാം, നബി മുഹമ്മദുൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അസർ ദുർബലാണ്. അതാണ് റവാഹു സഈദ് ബിൻ മൻസൂർ മൗഖൂഫൻ. ഈ ഹദീസ് സഈദ് ബിൻ മൻസൂർ സുനനിൽ പിന്നെ ദംറയുടെ വാക്കായിട്ട് മൗഖൂഫായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവാഹു പിന്നെ വലി തബറാനി, തബറാനിക്കൊരു റിപ്പോർട്ടുണ്ട് നഹ്വ ഇതുപോലെ മിൻ ഹദീസ് അബി ഉമാമയുടെ ഹദീസായിട്ട്. അത് മുതവ്വലൻ മർഫുവാണ് മുതവ്വലാണ് എന്ന് പറഞ്ഞാൽ ദീർഘമായിട്ടുള്ള ഹദീസാണ്. പിന്നെ അത് മർഫുവാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന നിലക്കുമാണ്. അതും ദുർബലാണ്, ഹദീസ് ദുർബലാണ്. ഈ വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഹദീസിൻ്റെ സനദിൽ ഈ സയ്യിദ് ബിൻ അബ്ദുള്ള സുബൈദി എന്ന് പറയുന്ന റാവി അദ്ദേഹം മജ്ഹൂൽ ഹാലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളെ പണ്ഡിതന്മാർ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ആ പണ്ഡിതന്മാരാണ് ഞാൻ പറഞ്ഞത്, നബവിയും ഇബ്നു ഹജറും ഇറാഖിയും പിന്നെ ഇബ്നു സലാഹും. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ ഈ കൊടുത്ത ഈ ഹദീസ് അതുകൊണ്ട് അമലെടുക്കുക എന്നുള്ളത് ശരിയല്ല. ഇബ്നു ഹജറിന് ധാരാളം കിതാബുകളുണ്ട്, മനസ്സിലല്ലേ? ഹദീസുകളെ വിലയിരുത്തുന്ന കിതാബുകളുണ്ട്. ഇപ്പം ഇതിൽ വന്ന ബുലൂഗുൽ മറാമിൽ വന്ന പല ഹദീസുകളും ഇബ്നു ഹജറിൻ്റെ തൽഖീസുൽ ഹബീർ ഉണ്ട്, അത്തൽഖീസുൽ ഹബീർ, മനസ്സിലല്ലേ? അതുപോലത്തെ കിതാബുകളിലൊക്കെ എന്ത് ചെയ്യും, ഇബ്നു ഹജർ അത് വിശദീകരിക്കും, എന്നിട്ട് അതിൻ്റെ ഹുക്കുമും കൊടുക്കും. ഏത് ഒന്നാമത് ഈ ബുലൂഗുൽ മറാമിലുള്ള എല്ലാ ഹദീസുകളും സഹിയാണെന്ന് ആർക്കും വാദമല്ല. ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇബ്നു ഹജർ റഹിമഹുല്ല മനസ്സിലെ സഹീഹ് ആണോ ദഈഫാണെന്ന് നോക്കിയിട്ടല്ലേ ഇതിൻ്റെ ഒരു ക്രോഡീകരണം നടന്നത്. അദ്ദേഹത്തിന് ബുലൂഗുൽ മറാം ക്രോഡീകരിച്ച ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ അദ്ദേഹം ക്രോഡീകരിച്ചു എന്ന് മാത്രം. പിന്നെ ഹദീസുകളെക്കുറിച്ചുള്ള വിധികളും കാര്യങ്ങളൊക്കെ നടത്തിയ ഇബ്നു ഹജറിൻ്റെ ഇതര കിതാബുകളുണ്ട്. ഫത്ഹുൽ ബാരി, അതേപോലെ തൽഖീസുൽ പിന്നെ ഹബീർ, പിന്നെയും അദ്ദേഹത്തിന് ധാരാളം ആ വിഷയത്തിൽ കിതാബുകളുണ്ട്. ഇനി ബാക്കിയുള്ള ഹദീസുകൾ ഒരു ക്ലാസ്സിനും കൂടി കിതാബുൽ ജനായിസിൽ നമുക്ക് ഹദീസുകൾ ബാക്കിയുണ്ട്. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.